ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിർമ്മാണ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ഇത് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ക്രഷർ മെറ്റീരിയൽസിന്റെ ലഭ്യതക്കുറവ് മൂലം ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി എന്ന രീതിയിൽ ഇവ കൊണ്ട് ഉണ്ടാക്കുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്കുകൾക്കും വില കൂട്ടേണ്ട അവസ്ഥയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലെ നിർമ്മാണ മേഖല സ്തംഭനത്തിലേക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 100ഓളം ക്വാറികൾ അതുപോലെ ക്രഷറുകളും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുകൊണ്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയാകെ പ്രതിസന്ധിയാക്കിക്കൊണ്ട് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിമൻറ്റ് ഇൻ്റർലോക്ക് വ്യവസായം എന്ന് പറഞ്ഞ കേരളത്തിൽ 6000ഓളം വ്യവസായങ്ങൾ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹോളോ ബ്രിക്സ് ആയാലും അതുപോലെ കട്ടില ജനൽ ഇൻ്റർലോക്ക് മറ്റെല്ലാ സിമൻറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാണ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ്. അത് ഭൂരിഭാഗവും ചെറുകിട വ്യവസായികളാണ്. ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ലോൺ എടുത്തുകൊണ്ട് വ്യവസായം നടത്തി പോകുന്നവരാണ്. അവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അതിൻ്റെ ഉപജീവനമാർഗം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായം സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്ന് ഞങ്ങൾ ഇവിടെ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ സമരപ്രഖ്യാപനം, അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല. കാരണം ഈ കേരളത്തിൽ മാത്രമാണ് ഈ ക്വാറി പ്രശ്നങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു പാരിസ്ഥിതിക പ്രവർത്തകൻ കണ്ണൂർ ജില്ലയിൽ പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു പരാതി ഹൈക്കോടതിയിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 100ഓളം ക്രഷറുകൾ അടച്ചിടുകയും ഇവിടെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വലിയ ക്ഷാമം ഉണ്ടാക്കുകയും അത് കാരണം സാധാരണ ജനങ്ങൾക്ക് പാർപ്പിടം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, പാർപ്പിടം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അതിഭീമമായിട്ടുള്ള വിലവർദ്ധനവ്, ഹോളോ ബ്രിക്സിനുള്ള വിലവർദ്ധനവ്, ഇവിടെ ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുവായിട്ടുള്ള ഈ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് അതിരൂക്ഷമായി നമുക്കറിയാം. സ്വർണത്തിനും അതുപോലെ പെട്രോളിനൊക്കെയാണ് ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് അതിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇവിടെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളായ മലബാർ രമേശ്, അൻവർ മലപ്പുറം, അബ്ദുറഹ്മാൻ പെരിയ എന്നിവരും സുബ്രഹ്മണ്യൻ വയനാട്, അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക്, മലപ്പുറം ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.